ശ്രീ പി എ മുഹമ്മദ് റിയാസ്, അത് ഒരു കൈൻഡ് ജസ്റ്ററാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു മനുഷ്യനായി നിൽക്കുക എന്നതും കൂടി പ്രധാനമാണല്ലോ. ആ കുടുംബത്തിന് പലപ്പോഴും അവർക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അവർക്ക് ഈ മറ്റൊരു ഭാഷയാണ്, മറ്റൊരു നാടാണ്, അവിടെ കാര്യങ്ങൾ അവർക്ക് നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിന് ആദ്യഘട്ടത്തിലൊക്കെ പരാതി നൽകുന്നതിനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ലോറി ഉടമയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ തെരച്ചിൽ കാര്യക്ഷമമായി 5ാമത്തെ ദിവസം മുതൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് ഇക്കഴിഞ്ഞ 6 ദിവസമായി നടക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നാളെ മുതലുള്ള തെരച്ചിൽ അത് ഈ വാഹനം പുഴയുടെ നടുവിൽ കുടുങ്ങിക്കിടക്കുന്നു, അതിന് താഴെയാണുള്ളത് എന്ന് കണ്ടെത്തിയതിന് ശേഷമുള്ള തെരച്ചിലാണ്. അപ്പോഴും അർജുൻ എവിടെയാണ് എന്നതിലേക്ക് കൃത്യമായി നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു നിരാശയോടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യവുമാണ്. ഈ തെരച്ചിലിൽ ഇനി അങ്ങോട്ട് ഇത് എത്ര ദിവസം എടുത്താലും ഈ തെരച്ചിൽ തുടരണം എന്നത് തന്നെയല്ലേ നമ്മുടെ നാടിൻ്റെ നിലപാട്? തീർച്ചയായും സുജയ, അത് തന്നെയാണ് നമ്മുടെ നിലപാട്. നമ്മൾ പ്രതീക്ഷ കൈവിടാൻ വേണ്ടി പാടില്ല. നമ്മുടെ ശ്രമത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ആത്മവിശ്വാസക്കുറവ് മൂലം അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ശതമാനം പുറകോട്ടടി ഇതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സം ആയി മാറാൻ പാടില്ല. എല്ലാ നിലയിലുള്ള ശ്രമവും നടത്തണം. 100% നമുക്ക് സാധ്യമാകുന്ന എല്ലാ ഇടപെടലും നടത്തണം. അത് എല്ലാ നിലയിലും നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് തുടരും. ആ നിലപാട് തുടർന്ന് തന്നെ മുന്നോട്ട് പോകും. ഇതിലെല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളിലെയും മാധ്യമ പ്രവർത്തകരുടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രയാസം സഹിച്ച് ഇവിടെ നിന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്ത് നിന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ജനപ്രതിനിധികൾ ആയിട്ടുള്ളവർ നിന്നിട്ടുണ്ട്. എല്ലാവരും ഒരു ടീമായി നിന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെയും കാഴ്ചപ്പാട് അതാണ്. എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യവും ചെയ്യുക, അത് തുടരുക എന്നുള്ളതാണ്. അത് തുടർന്നുകൊണ്ടേ പോകണം. എല്ലാ നിലയിലുമുള്ള ഇടപെടലും നമുക്ക് കൂട്ടായി തന്നെ നടത്തും.